സർവശക്തൻ ഒരുപാട് കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്സ് ചൊരിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. വി ഹാപ്പൻ ടു ബി ഇൻ ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി, വെരി ഗ്രേഷ്യസ് കൺട്രി വിത്ത് ബെനവലൻറ്റ് ലീഡേഴ്സ് ലൈക്ക് ഇൻ ദ ഗൾഫ് കൺട്രീസ്. ഇവിടെ ഒക്കെ ഉള്ള ആ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ബൈ വേ ഓഫ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും ഇവിടെ നിന്നുള്ള റിസോഴ്സസും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള, നാം എവിടെ ജനിച്ചു, എന്തായി ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്നുള്ളതൊക്കെ നമ്മളുടെ കൺട്രോളിലല്ല. അത് പരിപൂർണമായിട്ടും ഒരു ദൈവ നിശ്ചയമാണ്. നാം ഇവിടെ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോൾ പട്ടിണി കിടന്ന് ആഫ്രിക്കയിൽ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരാളായിട്ട് ചിലപ്പോൾ നമുക്ക് ജനിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇതിലും എത്രയോ വലിയ സ്ഥാനത്ത് ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രിയിൽ ഇതിലും വളരെ ഉയർന്ന രീതിയിലുള്ളൊരു വ്യക്തിയായിട്ട് ചിലപ്പോൾ നമുക്ക് ജനിക്കാമായിരുന്നു. പക്ഷേ നാം ഇവിടെ ജനിച്ചു, ഇന്ത്യയിൽ ജനിച്ചു, ഇവിടെ എത്തി ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു. അതിനുള്ളൊരു സാഹചര്യമുണ്ടായി, അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെച്ചമുണ്ടായി എന്നുള്ളത് ദൈവത്തിനെ നാം സ്തുതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തിരിച്ചു കൊടുക്കുക എന്നുള്ള, നമ്മെപ്പോലെ ഈ ഒരു സാഹചര്യം കിട്ടാത്ത ആൾക്കാർക്ക് അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കർത്തവ്യം കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ട്. ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി, അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഓരോരുത്തർക്കും അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു വാക്ക്, ഒരു മന്ദസ്മിതം, ഒരു എൻകറേജ്മെൻറ്റ്, അത് തന്നെ ഒരു തിരിച്ചു കൊടുക്കലാണ്. എല്ലാവർക്കും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ മുടക്കിക്കൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ധർമ്മം ചെയ്യാനും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഓരോരുത്തർക്കും അവൻ്റെ കഴിവിൻ്റെ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. അത് പലപ്പോഴും ദ സ്മോളസ്റ്റ് ആക്ട് ഓഫ് കൈൻഡ്നെസ് ഈസ് ബിഗർ ദാൻ ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റൻഷൻ. പലരും പല ചിന്തകളും ഒക്കെ ഉണ്ടാവും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഈവൻ ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരതിന് ഒരു സന്ദർഭം ഉണ്ടായാൽ ചെയ്യില്ല, പിന്നീട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യും. അത് പാടില്ല. റമദാൻ മാസത്തിൽ ഈ ഒരു ഹെൽത്തി റമദാൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളുടെ മനസ്സിലൊരു സീഡ് ഫോർ കൈൻഡ്നെസ് ടു അതേഴ്സ്, അത് വളരെ ചെറിയ കാര്യമായിരിക്കാം. വീണ ഒരു കുട്ടിയെ നിലത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരാളെ ഒന്ന് ഉയർത്താൻ നോക്കിക്കഴിഞ്ഞാൽ, അതാണ് ഹൃദയത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ എക്സർസൈസ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സർസൈസ് ഫോർ യുവർ ഹാർട്ട്. അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനം ഈ ഒരു പരിശുദ്ധ റമദാൻ മാസത്തിലെടുക്കണം. നമ്മെക്കൊണ്ടാവുന്ന വിധം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന 5-10 കാര്യങ്ങൾ ഈ മാസത്തിൽ തീരുമാനിക്കുക. ഈ ഒരു വർഷം മുഴുവൻ ഞാനിത് ചെയ്യാൻ പോവുകയാണ്, എനിക്കിതിൽ പറ്റുന്ന ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ ഒരാളോടൊരു നല്ല വാക്ക് പറയുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയായിരിക്കാം. അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വി കുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ. അതാണ് ശരിയായിട്ട് ഈ മാസത്തിൽ നമുക്ക് ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ളൊരു കർത്തവ്യം.